എനിക്ക് വയസ്സ് 67ആയി. ഇപ്പോഴും മാർക്കൂസ് വെള്ളയിട്ടാലേ കുഴപ്പമുള്ളൂ. ബാക്കി പാടുന്നവർ വെള്ളയിട്ടാൽ ഒരു കുഴപ്പമില്ല. കാരണം നമ്മുടെ വീഴ്ച കാണാനിരിക്കുന്നവരാണ് നല്ലൊരു ശതമാനം ഉള്ളത് ആൾക്കാരും. നമ്മൾ വിചാരിക്കുമോ ഇവര് നമ്മുടെ ആരോഗ്യത്തെ പറ്റി എന്ത് പറ്റി ഇത് അദ്ദേഹത്തിന് എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് പറ്റി. ഞാൻ അങ്ങനെ വലിയ പുണ്യാളത്തിനൊന്നും അല്ല, പക്ഷെ അർഹിക്കുന്ന ഒരുപാട് പേർക്ക് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. ഈ ചാനൽ പരിപാടികളിലൊക്കെ പലപ്പോഴും സാധാരണക്കാരായ കുട്ടികളുണ്ട്, രക്ഷിതാക്കൾ താല്പര്യം ഉണ്ടാവാം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആ വേദി കാണാൻ, പക്ഷെ ആ വേദികളിലേക്കൊന്നും എത്തിപ്പെടാൻ പറ്റാറില്ല. ആ കഴിവുള്ള കുട്ടികളാണ് പലപ്പോഴും. ഒരുപാട് ഈ സോഷ്യൽ മീഡിയ ലൈവായ ശേഷം അത്തരത്തിൽ ഒരുപാട് കുട്ടികളെ കണ്ടെത്തുന്നുണ്ട്. കുട്ടികളെ മാത്രമല്ല, മുതിർന്ന സ്ത്രീകളായാലും പുരുഷന്മാരെയൊക്കെ വരുന്നത്. തീർച്ചയായും. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ എന്ന ഉള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോ ഇപ്പൊ മൊബൈലിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. പണ്ട് ആദ്യം ഇറങ്ങിയ മൊബൈലിൽ റെക്കോർഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുപോലെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ആദ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പം നമുക്ക് എവിടെ എപ്പോഴും വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം. അപ്പൊ ആളുകള് സ്വയം ഇരുന്ന് പാടുകയോ അല്ലെങ്കിൽ തമാശ പറയുക, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ തന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സംസാരിക്കുമ്പോഴോ ഒക്കെ അത് ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ വഴി ഇടുകയാണ്. അപ്പൊ അതിനെല്ലാം ഇപ്പം പുതിയ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് വരുമാനം കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആൾക്കാർ ധാരാളമായിട്ട് ഈ പറഞ്ഞ പോലെ ഇതിനകത്തേക്ക് കൂടുതലായിട്ട് വരാൻ തുടങ്ങി. അപ്പൊ അതിനകത്ത് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട്. അപ്പം ഇപ്പൊ എനിക്ക് ചെറിയൊരു കഴിവുണ്ട്. എന്നെ ഒന്ന് അറിയപ്പെടുത്തണമെങ്കിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തിരിക്കുന്ന മലയാളിക്കും ഇതിനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അവനെ അവിടെ നേരിട്ട് കിട്ടത്തക്ക രീതിയിൽ നമുക്കിത് ഇവിടുന്ന് ടെലികാസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യമായി ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും പാട്ടുകാരായി, അല്ലെങ്കിൽ എല്ലാവരും മിമിക്രിക്കാരായി. മറ്റു തരത്തിലുള്ള ഇന്റർഫിയറൻസ് അല്ലെങ്കിൽ സോഷ്യൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇപ്പം നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാവുന്ന ഒരു ഇതിലേക്ക് മാറി. പക്ഷെ ചാനൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഇതിൽ നിന്നും കുറെ പേരെ നമ്മൾ എടുക്കുന്നു. അതിൽ കുറച്ചു പേർക്ക് മാത്രം പ്രയോറിറ്റി കൊടുത്ത് അവരെ പൊക്കിക്കൊണ്ടുവരുന്നു. എല്ലാവർക്കും ഒരുപോലെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. നല്ലപോലെ കഴിവുള്ള ഒരുപാട് ആൾക്കാരെ ചിലപ്പോൾ തഴഞ്ഞു എന്ന് വരാം. അല്ലെങ്കിൽ ഈ കഴിവുള്ള കുട്ടികളെ തന്നെ ഈ പറഞ്ഞ ചിലരെ മാത്രം ഉയർത്തുന്നു. അങ്ങനെയൊക്കെയുള്ള ചില പാർഷ്യാലിറ്റി ഒക്കെ നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. അതിന്റെയൊക്കെ എന്താ പറയുക, കമന്റ്സും നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഒരുപോലെ നമുക്ക് വരും, ഈ രംഗത്തേക്ക് കടന്നു വരും. അല്ലെങ്കിൽ ഇവനായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഇവനായിരിക്കും അല്ലെ ഇവളായിരിക്കും നാളത്തെ പാട്ടുകാരൻ അല്ലെ പാട്ടുകാരി അല്ലെ സംഗീത സംവിധായകൻ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഈ യൂസ് ആൻഡ് ത്രോ എന്ന് പറഞ്ഞൊരു കൾച്ചർ വന്നു. ഉപയോഗിക്കുക, 4-5 മാസം കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞ് കളയുക. ഇപ്പൊ പണ്ട് 70 കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ഗൾഫിൽ നിന്നൊക്കെ വരുന്നവർ ഒരു ടേപ്പ് റെക്കോർഡർ, ഒരു കൂളിംഗ് ഗ്ലാസ്, 2 മാല ഒക്കെ ഇട്ട് ഇങ്ങനെ വലിയ സ്റ്റൈലിൽ വരുമായിരുന്നു. പക്ഷെ ആ സ്റ്റൈലിൽ വരുമ്പോഴും അവന്റെ കയ്യിലിരിക്കുന്ന ടേപ്പ് റെക്കോർഡർ ഏതാണ്ട് ഒരു 20-25 വർഷം കഴിഞ്ഞിട്ടും അതുപോലെ ആദ്യകാലത്തെ പെർഫോമൻസ് തന്നെ നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ഇന്നത്തെ പുതിയ സാധനങ്ങളോ നമുക്ക് വാങ്ങിച്ച ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ അത് പിന്നെ എടുത്ത് കളയേണ്ട ഒരു സ്ഥിതിയാണ്. കാരണം ആരും ഇഷ്ടപ്പെടുന്നില്ല വീട്ടിലേക്ക് അത് സ്ഥിരമായിട്ട് വെക്കാൻ, അല്ലെങ്കിൽ അവിടെ ഒരു പ്രത്യേക സാധനം തന്നെ ഇരിക്കാൻ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ അത് അവർ ഉപയോഗിച്ച് കളഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു കൾച്ചറിലേക്കാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ യൂസ് ആൻഡ് ത്രോ കൾച്ചർ വന്നപ്പം എല്ലാ കാര്യത്തിലും അങ്ങനെ ആയി. ഇപ്പൊ ഞാൻ തന്നെ 35 വർഷം നിൽക്കും അല്ല 40 വർഷം നിൽക്കും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ തന്നെ ഏതൊരു ഈ ലോകം ഉണ്ടായപ്പോൾ മുതൽ നോക്കുകയാണെങ്കിൽ മഹത് വ്യക്തികളും ലോകത്ത് ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. എബ്രഹാം ലിങ്കൺ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ദിരാഗാന്ധി, ജവഹർലാൽ നെഹ്റു, അങ്ങനെ എത്രയോ വലിയ വലിയ ആൾക്കാർ ഈ ലോകത്ത് എവിടെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇവരെല്ലാം മൺമറഞ്ഞു പോയി. ഇപ്പം പുതിയ അപ്പൊ അവര് പോയതുകൊണ്ട് ഇന്നത്തെ ഈ തലമുറ ഇല്ലാതാവുമോ? ഇല്ല. എന്ന് പറഞ്ഞ പോലെ ഇപ്പം നാളെ ഇന്ന് നിൽക്കുന്നവരെ ഉണ്ടാവണമെന്നില്ല, നാളെ പുതിയ ആൾക്കാർ വരും. അപ്പൊ ഇന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. ഇപ്പം നമ്മളിപ്പോ ഈ കണ്ടെത്തി എന്ന് പറയുന്നവരും നാളെ സ്ഥിരമായിട്ട് നിൽക്കണമെന്നില്ല. അതിന് അടുത്ത ആള് വരും, ഉറപ്പായിട്ടും വരും. അങ്ങനെയാണ് ഈ ലോകം. അങ്ങനെ പോകാൻ പറ്റുള്ളൂ നമുക്ക്.
പക്ഷേ എൻ്റെ വരെയുള്ള തലമുറയിൽ എനിക്ക് തോന്നുന്നു, ഇപ്പം ഞാൻ 45 വർഷമായിട്ട് ഈ രംഗത്തുണ്ട്. അപ്പം 45 വർഷം മുമ്പ് ഉണ്ടായിരുന്ന മാർക്കോസ് എന്ന് പറയുന്ന ആ ഒരു ഗായകൻ ഇപ്പോഴും ഉണ്ട്. മാർക്കോസ് എന്ന് പറയുമ്പോൾ അറിയാം. പക്ഷെ നാളെ ഇങ്ങനെ ഒരാൾ, അല്ലെങ്കിൽ ഇപ്പം 60-65 വർഷമായിട്ട് ദാസേട്ടൻ നിൽക്കുന്നു. യേശുദാസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം യേശുദാസ്. അപ്പം അതുപോലുള്ള പല ലെജൻസും ഈ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ ഈ തലമുറ അറിയുന്നുണ്ട്. പക്ഷെ നാളത്തെ തലമുറയ്ക്ക് അങ്ങനെ ഒരു യോഗം ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ യൂസ് ആൻഡ് ത്രോ കൾച്ചർ വന്നപ്പം നമുക്കൊരു 5 വർഷം നിൽക്കാൻ പറ്റും എന്ന് ഉറപ്പിച്ച് പറയാൻ വയ്യ. കാരണം ആളുകളുടെ ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ഇതൊക്കെ വരുന്നു. അപ്പൊ നമ്മുടെ പാട്ടിന്റെ ആ ശബ്ദത്തിന്റെ ഒരു ത്രെഡ് കിട്ടിയ ആ ത്രെഡ് വെച്ചിട്ട് ആ ആളിന്റെ പാട്ട് അല്ലെങ്കിൽ ആ ആളിന്റെ ശൈലിയിലുള്ള പാട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമായി ടെക്നോളജി വളർന്നു. അപ്പൊ പാട്ടുകാരൻ അവിടെ വേണമെന്നില്ല. അപ്പൊ അത് മാത്രമല്ല, ലൈവായിട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഒരു വേദിയിൽ പോയിട്ട് ലൈവായിട്ട് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ റെക്കോർഡ് ചെയ്യാൻ പറ്റും ആളിനെ. അതുപോലെ വീഡിയോ ആണെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ നമ്മൾ സംസാരിച്ചപ്പം പറഞ്ഞ ഏറ്റവും പുതിയ അറിവ് കണ്ടില്ല, ഒരു ഫുട്ബോൾ ഗ്രൗണ്ടില് ടെക്നോളജി വെച്ചിട്ട് രണ്ട് ഫുട്ബോൾ ടീമിനെ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ലൈവായിട്ട് അവിടെ ഇത് ചെയ്യാൻ പോവാണ്. അപ്പൊ അവിടെ നാളെ മനുഷ്യന്റെ റോൾ എന്താണ് എന്നുള്ളതാണ് ഒരു വലിയൊരു ഒരു പ്രശ്നം. ഇപ്പൊ തന്നെ കൊയ്ത്ത് ചെയ്യാനായിട്ട് റോബോട്ടുണ്ട്, അലക്കാൻ റോബോട്ടുണ്ട്, റോബോട്ടിക് സർജറി നടത്തുന്നുണ്ട്, റെസ്റ്റോറൻറ്റിൽ വെയിറ്റേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഈ ലോകം ഇങ്ങനെ മാറുകയാണ്. അപ്പൊ നമുക്കിത് നാളെ ഇത് ഞാൻ ഭയങ്കരനാണ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. അങ്ങനെ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുമ്പ് സംസാരിച്ച പോലെ അസോസിയേഷനുകൾ അല്ലെങ്കിൽ സ്വകാര്യ സംഘടനകൾ, അവരിൽ നിന്നൊക്കെ നിരന്തരം ഇങ്ങനെ അവാർഡുകളും അംഗീകാരങ്ങളാണ് ഈ പുതിയ തലമുറയിലെ സംഗീതജ്ഞരെല്ലാം നേടിയെടുക്കുന്നത്. അങ്ങേക്ക് അത്തരത്തിലുള്ള ഒരു അംഗീകാരം കിട്ടാത്തതിൽ ഒരു പ്രയാസം തോന്നി? എനിക്ക് അംഗീകാരങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ വില കൊടുക്കുന്ന ചില ഇതുണ്ട്, അത് സർക്കാരിന്റെ ആണ്. എന്നുവെച്ചാല് ഇപ്പൊ സർക്കാരിന്റെ ആണെങ്കിലും നമുക്ക് അതിനകത്തിരിക്കുന്നതും ഒക്കെ വേണ്ടപ്പെട്ടവരൊക്കെ ആണെങ്കിൽ ഇപ്പൊ അവാർഡ് കിട്ടുന്ന ഒരു കാലമാണ്. കാരണം എന്റെയൊക്കെ ചെറുപ്പത്തില് അവാർഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു വിലയുണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മരിച്ചുപോയ ക്യാപ്റ്റൻ രാജു, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ഒരു നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പം ഈ അവാർഡ് കാണുമ്പോൾ എനിക്കറിയാലോ അത് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതെന്ന്. അപ്പൊ അതെന്റെ മനസ്സിൽ നിന്ന് പറയത്തില്ലേ, താനിത് കാശ് കൊടുത്ത് വാങ്ങിച്ചല്ലേ എന്ന് ചോദിക്കാൻ, അതിന് ആ അവാർഡ് കാണുമ്പോൾ എന്നോട് എന്റെ മനസ്സാക്ഷി. ഈ ചാനൽ പരിപാടികളിലൊക്കെ പലപ്പോഴും സാധാരണക്കാരായ കുട്ടികളുണ്ട്, രക്ഷിതാക്കൾ താല്പര്യം ഉണ്ടാവാം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആ വേദി കാണാൻ, പക്ഷെ ആ വേദികളിലേക്കൊന്നും എത്തിപ്പെടാൻ പറ്റാറില്ല. ആ കഴിവുള്ള കുട്ടികളാണ് പലപ്പോഴും. ഒരുപാട് ഈ സോഷ്യൽ മീഡിയ ലൈവായ ശേഷം അത്തരത്തിൽ ഒരുപാട് കുട്ടികളെ കണ്ടെത്തുന്നുണ്ട്. കുട്ടികളെ മാത്രമല്ല, മുതിർന്ന സ്ത്രീകളായാലും പുരുഷന്മാരെയൊക്കെ വരുന്നു. തീർച്ചയായും. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ എന്ന ഉള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോ ഇപ്പൊ മൊബൈലിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. പണ്ട് ആദ്യം ഇറങ്ങിയ മൊബൈലിൽ റെക്കോർഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുപോലെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ആദ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പം നമുക്ക് എവിടെ എപ്പോഴും വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം. അപ്പൊ ആളുകള് സ്വയം ഇരുന്ന് പാടുകയോ അല്ലെങ്കിൽ തമാശ പറയുക, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ തന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സംസാരിക്കുമ്പോഴോ ഒക്കെ അത് ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ വഴി ഇടുകയാണ്. അപ്പൊ അതിനെല്ലാം ഇപ്പം പുതിയ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് വരുമാനം കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആൾക്കാർ ധാരാളമായിട്ട് ഈ പറഞ്ഞ പോലെ ഇതിനകത്തേക്ക് കൂടുതലായിട്ട് വരാൻ തുടങ്ങി. അപ്പം അതിനകത്ത് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട്. അപ്പം ഇപ്പം എനിക്ക് ചെറിയൊരു കഴിവുണ്ട്. എന്നെ ഒന്ന് അറിയപ്പെടുത്തണമെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരിക്കുന്ന മലയാളിക്കും ഇതിനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അവനെ അവിടെ നേരിട്ട് കിട്ടത്തക്ക രീതിയിൽ നമുക്കിത് ഇവിടുന്ന് ടെലികാസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യമായി ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും പാട്ടുകാരായി, അല്ലെങ്കിൽ എല്ലാവരും മെമിക്രിക്കാരായി. മറ്റു തരത്തിലുള്ള ഇന്റർഫിയറൻസ് അല്ലെങ്കിൽ സോഷ്യൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇപ്പം നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാവുന്ന ഒരു ഇതിലേക്ക് മാറി.
പക്ഷെ ചാനൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഇതിൽ നിന്നും കുറെ പേരെ നമ്മൾ എടുക്കുന്നു. അതിൽ കുറച്ച് പേർക്ക് മാത്രം പ്രയോറിറ്റി കൊടുത്ത് അവരെ പൊക്കിക്കൊണ്ടുവരുന്നു. എല്ലാവർക്കും ഒരുപോലെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. നല്ലപോലെ കഴിവുള്ള ഒരുപാട് ആൾക്കാരെ ചിലപ്പോൾ തഴഞ്ഞു എന്ന് വരാം. അല്ലെങ്കിൽ ഈ കഴിവുള്ള കുട്ടികളെ തന്നെ ഈ പറഞ്ഞ ചിലരെ മാത്രം ഉയർത്തുന്നു. അങ്ങനെയൊക്കെയുള്ള ചില പാർഷ്യാലിറ്റി ഒക്കെ നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. അതിന്റെയൊക്കെ എന്താ പറയുക, കമന്റ്സും നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഒരുപോലെ നമുക്ക് വരും, ഈ രംഗത്തേക്ക് കടന്നു വരും. അല്ലെങ്കിൽ ഇവനായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഇവനായിരിക്കും അല്ലെ ഇവളായിരിക്കും നാളത്തെ പാട്ടുകാരൻ അല്ലെ പാട്ടുകാരി അല്ലെ സംഗീത സംവിധായകൻ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഈ യൂസ് ആൻഡ് ത്രോ എന്ന് പറഞ്ഞൊരു കൾച്ചർ വന്നു. ഉപയോഗിക്കുക, 4-5 മാസം കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞ് കളയുക. ഇപ്പൊ പണ്ട് 70 കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ഗൾഫിൽ നിന്നൊക്കെ വരുന്നവർ ഒരു ടേപ്പ് റെക്കോർഡർ, ഒരു കൂളിംഗ് ഗ്ലാസ്, 2 മാല ഒക്കെ ഇട്ട് ഇങ്ങനെ വലിയ സ്റ്റൈലിൽ വരുമായിരുന്നു. പക്ഷെ ആ സ്റ്റൈലിൽ വരുമ്പോഴും അവന്റെ കയ്യിലിരിക്കുന്ന ടേപ്പ് റെക്കോർഡർ ഏതാണ്ട് ഒരു 20-25 വർഷം കഴിഞ്ഞിട്ടും അതുപോലെ ആദ്യകാലത്തെ പെർഫോമൻസ് തന്നെ നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ഇന്നത്തെ പുതിയ സാധനങ്ങളോ നമുക്ക് വാങ്ങിച്ച ഒരു 6 മാസം 1 വർഷം കഴിയുമ്പോൾ അത് പിന്നെ എടുത്ത് കളയേണ്ട ഒരു സ്ഥിതിയാണ്. കാരണം ആരും ഇഷ്ടപ്പെടുന്നില്ല വീട്ടിലേക്ക് അത് സ്ഥിരമായിട്ട് വെക്കാൻ, അല്ലെങ്കിൽ അവിടെ ഒരു പ്രത്യേക സാധനം തന്നെ ഇരിക്കാൻ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ അത് അവർ ഉപയോഗിച്ച് കളഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു കൾച്ചറിലേക്കാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ യൂസ് ആൻഡ് ത്രോ കൾച്ചർ വന്നപ്പം എല്ലാ കാര്യത്തിലും അങ്ങനെ ആയി. ഇപ്പൊ ഞാൻ തന്നെ 35 വർഷം നിൽക്കും അല്ല 40 വർഷം നിൽക്കും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ചിലപ്പോൾ 5 വർഷം നിന്നൊന്ന് വരാം, ചിലപ്പോൾ 5 മാസം നിന്നൊന്ന് വരാം. എന്നെ കാണാതെ ഇപ്പൊ തന്നെ ഈ റിയാലിറ്റി ഷോയിലൊക്കെ വന്ന പിള്ളേരൊക്കെ എവിടെ പോയി? കുറെ പേരെ നമ്മൾ കാണുന്നില്ല, അവരെ ഒന്നും ജനം ഓർക്കുന്നില്ല. അപ്പൊ ഇതാണ് ഈ ഉള്ള സമയത്ത് ഭയങ്കരമായിട്ട് പാടുന്നു, അങ്ങനെ ഇങ്ങനെ ഇത്ര ഉള്ളൂ. നാളെ യേശുദാസും ചിത്രയാണെന്നാണ് ആൾക്കാർ സങ്കല്പിച്ചത്. അതെ, ആ ഒരു കാലം പോയി. ഇപ്പൊ തന്നെ ഈ ഏതൊരു ഈ ലോകം ഉണ്ടായപ്പോൾ മുതൽ നോക്കുകയാണെങ്കിൽ മഹത് വ്യക്തികളും ലോകത്ത് ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. എബ്രഹാം ലിങ്കൺ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇന്ദിരാഗാന്ധി, ജവഹർലാൽ നെഹ്റു, അങ്ങനെ എത്രയോ വലിയ വലിയ ആൾക്കാർ ഈ ലോകത്ത് എവിടെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇവരെല്ലാം മൺമറഞ്ഞു പോയി. ഇപ്പം പുതിയ അപ്പൊ അവര് പോയതുകൊണ്ട് ഇന്നത്തെ ഈ തലമുറ ഇല്ലാതാവുമോ? ഇല്ല. എന്ന് പറഞ്ഞ പോലെ ഇപ്പം നാളെ ഇന്ന് നിൽക്കുന്നവരെ ഉണ്ടാവണമെന്നില്ല, നാളെ പുതിയ ആൾക്കാർ വരും. അപ്പൊ ഇന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. ഇപ്പം ഈ നമ്മളിപ്പോ ഈ കണ്ടെത്തി എന്ന് പറയുന്നവർ നാളെ സ്ഥിരമായിട്ട് നിൽക്കണമെന്നില്ല. അതിന് അടുത്ത ആള് വരും, ഉറപ്പായിട്ടും വരും. അങ്ങനെയാണ് ഈ ലോകം, അങ്ങനെ പോകാൻ പറ്റുള്ളൂ നമുക്ക്. പക്ഷേ എൻ്റെ വരെയുള്ള തലമുറയിൽ എനിക്ക് തോന്നുന്നു, ഇപ്പം ഞാൻ 45 വർഷമായിട്ട് ഈ രംഗത്തുണ്ട്. അപ്പം 45 വർഷം മുമ്പ് ഉണ്ടായിരുന്ന മാർക്കോസ് എന്ന് പറയുന്ന ആ ഒരു ഗായകൻ ഇപ്പോഴും ഉണ്ട്. മാർക്കോസ് എന്ന് പറയുമ്പോൾ അറിയാം. പക്ഷെ നാളെ ഇങ്ങനെ ഒരാൾ, അല്ലെങ്കിൽ ഇപ്പം 60-65 വർഷമായിട്ട് ദാസേട്ടൻ നിൽക്കുന്നു. യേശുദാസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം യേശുദാസ്. അപ്പം അതുപോലുള്ള പല ലെജൻസും ഈ പിന്നെ ലോകത്തുണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ ഈ തലമുറ അറിയുന്നുണ്ട്. പക്ഷെ നാളത്തെ തലമുറയ്ക്ക് അങ്ങനെ ഒരു യോഗം ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ യൂസ് ആൻഡ് ത്രോ കൾച്ചർ വന്നപ്പം നമുക്കൊരു 5 വർഷം നിൽക്കാൻ പറ്റും എന്ന് ഉറപ്പിച്ച് പറയാൻ വയ്യ. കാരണം ആളുകളുടെ ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പിന്നെ ഇതൊക്കെ വരുന്നു. അപ്പൊ നമ്മുടെ പാട്ടിന്റെ ആ ശബ്ദത്തിന്റെ ഒരു ത്രെഡ് കിട്ടിയ ആ ത്രെഡ് വെച്ചിട്ട് ആ ആളിന്റെ പാട്ട് അല്ലെങ്കിൽ ആ ആളിന്റെ ശൈലിയിലുള്ള പാട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമായി ടെക്നോളജി വളർന്നു. അപ്പൊ പാട്ടുകാരൻ അവിടെ വേണമെന്നില്ല. നമ്മൾ മുമ്പ് സംസാരിച്ച പോലെ അസോസിയേഷനുകൾ അല്ലെങ്കിൽ സ്വകാര്യ സംഘടനകൾ, അവരിൽ നിന്നൊക്കെ നിരന്തരം ഇങ്ങനെ അവാർഡുകളും അംഗീകാരങ്ങളാണ് ഈ പുതിയ തലമുറയിലെ സംഗീതജ്ഞരെല്ലാം നേടിയെടുക്കുന്നത്. അങ്ങേക്ക് അത്തരത്തിലുള്ള ഒരു അംഗീകാരം കിട്ടാത്തതിൽ ഒരു പ്രയാസം തോന്നി? എനിക്ക് അംഗീകാരങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ വില കൊടുക്കുന്ന ചില ഇതുണ്ട്. അത് സർക്കാരിന്റെ ആണ്. എന്നുവെച്ചാല് ഇപ്പൊ സർക്കാരിന്റെ ആണെങ്കിലും നമുക്ക് അതിനകത്തിരിക്കുന്നതും ഒക്കെ വേണ്ടപ്പെട്ടവരൊക്കെ ആണെങ്കിൽ ഇപ്പൊ അവാർഡ് കിട്ടുന്ന ഒരു കാലമാണ്. കാരണം എന്റെയൊക്കെ ചെറുപ്പത്തില് അവാർഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു വിലയുണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മരിച്ചുപോയ ക്യാപ്റ്റൻ രാജു, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ഒരു നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പം ഈ അവാർഡ് കാണുമ്പോൾ എനിക്കറിയാലോ അത് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതെന്ന്.
അപ്പൊ അതെന്റെ മനസ്സിൽ നിന്ന് പറയത്തില്ലേ, താനിത് കാശ് കൊടുത്ത് വാങ്ങിച്ചല്ലേ എന്ന് ചോദിക്കാൻ അതിന് ആ അവാർഡ് കാണുമ്പോൾ എന്നോട് എന്റെ മനസാക്ഷി എന്നോട് ചോദിക്കത്തില്ല എന്നാ പുള്ളി ചോദിച്ചത്. എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം അവാർഡൊക്കെ ഒരുപാട് പേര് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഓരോ വർഷവും ഓരോ പാട്ടുകാരാണ് സംസ്ഥാന അവാർഡ്. പക്ഷെ ഇവരെയൊക്കെ ഇൻഡിവിജ്വലായിട്ട് നിർത്തി പാടിച്ചാൽ ഇവർക്കൊക്കെ അതിനുള്ള യോഗ്യത ഉണ്ടോ, അല്ലെങ്കിൽ ഇവർ ഈ പറഞ്ഞ പോലെ ഇത്രയും വർഷം നിൽക്കുമോ? ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അത്രയും വർഷം നിൽക്കണമെങ്കിൽ അത്രയും കാലിബർ കാണിക്കണം. തീർച്ചയായിട്ടും മറ്റു പാട്ടുകാരെയും അല്ലെങ്കിൽ മറ്റ് ഈ രംഗത്തുള്ളവരെയൊക്കെ കവച്ച് വെച്ചുള്ള ഒരു ഇത് കാണിച്ചെങ്കിൽ മാത്രമേ ഇതിന് അയ്യോ ആ പുള്ളി യോഗ്യന അല്ലെങ്കിൽ അവള് യോഗ്യത്യ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോ അതല്ല, ഒരു അവാർഡ് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു പിന്നെ പ്രത്യേക ഒരു പാട്ടിന് ഒരു അവാർഡ് കൊടുക്കുന്നു, അതുകൊണ്ട് ആള് മികച്ചതാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ നസീർ സാറ് മരിക്കുന്നവരെ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള അവാർഡൊന്നും കിട്ടിയിട്ടില്ല. ജാനകി അമ്മ മരിക്കുന്നവരെ വാണിജ്യറാം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന അവാർഡ് അവർക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല. പക്ഷെ അവർ മോശമാണോ? മോശം പാട്ടുകാരിയാണോ? ഒന്നുമല്ല. അത് കുറച്ച് പേർക്ക് വേണ്ടി അങ്ങനെ വെച്ചിരിക്കുന്നു, അത് കുറച്ച് പേർക്ക് കിട്ടി, കുറച്ച് പേര് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് അങ്ങനെയുള്ള ഒരു അവാർഡും കിട്ടിയിട്ടില്ല. ഇപ്പം ഞാനൊരു 10-15,000 പാട്ട് പാടി. അതിൽ ഭക്തിഗാനങ്ങളുണ്ട്, അത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഭക്തിഗാനങ്ങളുണ്ട്, ഓണപ്പാട്ടുകളുണ്ട്, പിന്നെ സിനിമാ പാട്ടുകളുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള പാട്ടുകളുണ്ട്. ഇതിൽ എവിടെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം നല്ലൊരു പാട്ട് കാണത്തില്ല. ഒരെണ്ണം ഈ 15,000 പാട്ടില് ഒരു പാട്ടെങ്കിലും നല്ലത് കാണത്തില്ല. പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്ക് ആഗ്രഹവുമില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഇതിപ്പം കാരണം അതുകൊണ്ടല്ല നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഇത്രയും വർഷം ഈ 45 വർഷം ഞാൻ നിന്നത് ഒരു അവാർഡ് പ്രതീക്ഷിച്ചിട്ടോ അല്ല അവാർഡ് കിട്ടിയിട്ടോ അല്ല. അവാർഡ് കിട്ടുന്ന സന്തോഷമാണ്, കാരണം ഒരു പ്രചോദനമാണ്. പക്ഷെ അവാർഡ് അതിലുപരി നമ്മളെ കേൾക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ ആ ഒരു മനോഭാവം കാണുമ്പോഴാണ് നമുക്ക് നമ്മളെ കേൾക്കാൻ ഇത്ര ആൾക്കാരുണ്ടല്ലോ എന്നുള്ളൊരു ഫീല് വരുമ്പോഴാണ് നമുക്ക് പാടണം എന്ന് തോന്നുന്നത്. അല്ലാതെ അവാർഡ് കിട്ടിയിട്ട് ഇത് ഷോക്കേസിൽ വെച്ചിട്ട് ഇത് ഞാൻ ദിവസം കാണും, അതൊരു സന്തോഷമാണ്. അതിനപ്പുറം ഒന്നുമില്ല. പക്ഷെ എനിക്ക് ഇതുവരെ, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം അത് സംഗീതാട അക്കാദമി ഹാളിൽ വെച്ചിട്ടായിരുന്നു ഈ വയലാർ ഫൗണ്ടേഷന്റെ അവാർഡ്. അപ്പം ഞാൻ പറഞ്ഞു, ഈ സംഗീതാട അക്കാദമിയുടെ പോലും ഒരു അവാർഡ് ഇതുവരെ കിട്ടിയിട്ടില്ല, ആഗ്രഹിക്കുന്നുമില്ല. കാരണം ഇനി നമുക്കിത് കിട്ടിയിട്ട് കാര്യമില്ല, കാരണം വയസ്സ് 67ആയി. ഇനി ഇത് പിന്നെ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. ആ ഒരു പ്രായത്തിൽ കിട്ടണം. ഒരു 30-35 വയസ്സിലൊക്കെ നമുക്ക് കിട്ടിയാൽ നമുക്ക് ഒരു എന്തൂസിയാസ്റ്റിക് ഒരു നമുക്ക് മുമ്പോട്ട് പോകണമെന്നുള്ള ഇതുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ അതല്ല, വീതിച്ച് ഇങ്ങനെ കൊടുക്കുകയാണ്, ഓരോ വർഷവും ഓരോരുത്തർക്ക് കൊടുക്കുകയാണ്. ആ കഴിവ് നോക്കിയിട്ടല്ല അത് ചെയ്യുന്നത്. അപ്പോൾ അവാർഡുകൾ ഈ പറഞ്ഞ സന്തോഷമാണ്, പക്ഷേ അത് അർഹിക്കുന്ന രീതിയിൽ അർഹിക്കുന്നിടത്ത് വെച്ച് അർഹിക്കുന്നിടത്ത് കിട്ടണം. അപ്പൊ അങ്ങനെ കിട്ടിയിട്ടില്ല, കിട്ടുന്നുമില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ മനുഷ്യ സഹജമായൊരു വികാരം, ആഗ്രഹങ്ങൾ ഉണ്ടാവാം. എന്തുകൊണ്ടായിരിക്കും എന്നെ തഴഞ്ഞത്, എന്നെ അവഗണിച്ചത് എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ തന്നെ നമ്മുടെ വീഴ്ച കാണാനിരിക്കുന്നവരാണ് നല്ലൊരു ശതമാനം ഉള്ളത് ആൾക്കാരും. നമ്മൾ വിചാരിക്കുമോ ഇവര് നമ്മുടെ ആരോഗ്യത്തെ പറ്റി എന്ത് പറ്റി, ഇത് അദ്ദേഹത്തിന് എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് പറ്റി. അപ്പം നമ്മൾ വിചാരിക്കും ഏതാണ്ട് നമ്മളോട് ഭയങ്കര സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ അത്രയ്ക്കും ഒരു ഇത് ചെയ്യുന്നതുകൊണ്ടാണ്. വെറുതെ ഇതൊക്കെ ആർക്കും ആരോടും സ്നേഹമൊന്നും ഇല്ലാതെ എനിക്കും അറിയാം. അപ്പം ഞാനും അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. അതേപോലെ പിന്നെ വലിയ പ്രോഗ്രാമുകളൊക്കെ ചിലപ്പം ഈ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും പിന്നെ ഇന്ത്യക്ക് പുറത്തും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ചിലപ്പോൾ ഇരുന്ന് ആലോചിക്കാറുണ്ട്, ഇവരെങ്ങനെ ഇത് സംഘടിപ്പിക്കുന്നു. കാരണം നമ്മളൊരു തുക പറയുമ്പോൾ ഇവർ ഓടുക. കാരണം നമ്മളത് എങ്ങും പിന്നെ ആർക്കും പിന്നെ സംഘടിപ്പിക്കാൻ പറ്റാത്ത തുകയല്ല പറയുന്നത്. നമ്മുടെ യഥാർത്ഥ ചെലവും എന്തെങ്കിലും ഒരു ലാഭമാണ് പറയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അയ്യോ അത്രയുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഓടുന്നവരാണ്. അപ്പം ഇവര് അതിൻ്റെ ഒരു 50 ഇരട്ടി അല്ലെങ്കിൽ 100 ഇരട്ടിയൊക്കെയാണ് പിന്നെ ചിലവാക്കിയിട്ട് ഓരോ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നത്. അപ്പം ഇത് ഈ വർത്തമാനം പറയുന്ന ആൾക്കാരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എങ്ങനെയാണ്? ഇപ്പം തന്നെ ചില ആദ്യകാലങ്ങളിലൊക്കെ പിന്നെ ഗൾഫിലൊക്കെ ഗാനമേള അവതരിപ്പിക്കാൻ പോകുമ്പം 10 പേര് 12 പേരൊക്കെ ആയിരുന്നു എൻ്റെ ടീമായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ആദ്യകാലങ്ങളിൽ. 85 മുതൽ ഒരു 90-95 വരെ ഒക്കെ ഉള്ള ഒരു 10 വർഷം. അത് കഴിഞ്ഞ് പിന്നെ അപ്പം അന്ന് ഗൾഫിലൊന്നും നല്ല ആർട്ടിസ്റ്റുകളില്ല, നല്ല ടീം ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഇവിടെയൊക്കെ 2-3 ആർട്ടിസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങി. പിന്നെ അതിൽ കൂടുതൽ ആൾക്കാർ അവർ സംഘടിപ്പിച്ച് ജോലിയൊക്കെ കൊടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി
അങ്ങനെ പലരും അവിടെ ആയപ്പം പിന്നെ പലരും ചോദിക്കും, ചേട്ടാ ഒറ്റയ്ക്ക് വരാൻ പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞു, ഒറ്റയ്ക്ക് വരുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് നല്ല പാട്ട് നല്ല രീതിയിൽ അവിടെ കേൾക്കണമെങ്കിൽ നല്ല ആർട്ടിസ്റ്റുകളെ നാട്ടിൽ നിന്ന് കൊണ്ടുവരണം. മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന പാട്ടുകൾ അപ്പം അവിടെ പാടണമെങ്കിൽ നമുക്കത് പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്യാതെ പാടാൻ പറ്റത്തില്ലല്ലോ. അപ്പം കൂടെ ഉള്ളവരാകുമ്പോൾ നമുക്കത് എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ നാട്ടിൽ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പാടിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓർക്കസ്ട്ര സഹിതം പറയുന്നത്. ഓക്കെ, നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറയുമ്പോൾ എന്നാൽ ശരി, ഓക്കെ, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് അവരെ പരമാവധി സഹായിക്കുന്ന രീതിയിലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അത് ചിലരിൽ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ 10ഉം 15ഉം പിന്നെ ആർട്ടിസ്റ്റുകൾ, അതേപോലെ അവരുടെ കൂടെ നല്ല പാട്ടുകാർ ആണായാലും പെണ്ണായാലും, അപ്പോൾ എല്ലാം കൂടെ ഒരു 10-20 പേര്. അപ്പോൾ അവർക്ക് പറ്റും. നമ്മുടെ അടുത്ത് വരുമ്പം ചേട്ടാ ഒറ്റയ്ക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു രീതിയാണ്. അപ്പം അത് ആർക്ക് വേണ്ടിയിട്ട്? ഇപ്പം എനിക്ക് അവിടെ പോയി 1-2 പാട്ട് അല്ലെ 10 പാട്ട് ഒറ്റയ്ക്ക് നിന്ന് പാടി കൊടുത്തിട്ട് പോന്നാൽ മതി. പക്ഷെ അത് നല്ല രീതിയിൽ അവിടെ കേൾപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർ ആഗ്രഹിക്കുന്ന പോലെ അത് കേൾക്കണമെങ്കിൽ നല്ല ആർട്ടിസ്റ്റുകൾ വേണം കൂടെ. അപ്പം അതിന് അവർക്ക് മടിയാണ്. അപ്പം ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഇവർ എങ്ങനെ ഇത് സാധിക്കുന്നത്? കാരണം എനിക്ക് തരാനില്ലാത്ത കാശാണ് അവിടെ അവർ മുടക്കുന്നത്. അപ്പം ഇതൊക്കെ അതാ ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, അവർക്ക് നമ്മളെ വെച്ച് മുതലാക്കണം. അതിനുവേണ്ടി നമ്മുടെ അടുത്ത് വരുന്നു. അത് കഴിയുമ്പോൾ അവർ നമ്മളോട് ഓക്കെ സീ യു എന്ന് പറഞ്ഞ് പോകുന്നു. മറ്റവരോടും അത് തന്നെ, പക്ഷെ അവരത് മുതലാക്കുന്നു. 10ഉം 15ഉം പേരെ അവർ കൊണ്ടുപോകുന്നു. ഈ സത്യസന്ധതയ്ക്കും മാന്യതയ്ക്കും മര്യാദയ്ക്കും നല്ല വിലയുണ്ടോ ഇന്നത്തെ? എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ വലിയ പുണ്യാളത്തിനൊന്നും അല്ല, പക്ഷെ അർഹിക്കുന്ന ഒരുപാട് പേർക്ക് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ വന്ന് പറയുമ്പോൾ നമ്മളത് അർഹിക്കുന്നതാണ് എന്ന് കണ്ടാൽ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം എല്ലാ തരത്തിലും. ഇപ്പം ഞാൻ പാടുമ്പോൾ തന്നെ എന്നോട് വന്ന് പലരും പറയുന്നുണ്ട്, ചേട്ടാ ഇതൊരു ഈ അനാഥശാലയ്ക്ക് വേണ്ടിയിട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെ. അപ്പം നമ്മളിത് എൻ്റെ ജീവിതമാർഗ്ഗമാണെങ്കിൽ പോലും ഞാൻ വാങ്ങിക്കുന്നതിൻ്റെ നേരെ പകുതിയോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ 1/3 ഒക്കെ ആയിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്. എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷെ നമ്മളത് ഒരു നല്ല കാര്യത്തിനല്ലേ, പോട്ടെ ആയിക്കോട്ടെ. ചിലർക്ക് നമ്മൾ ഫ്രീ ആയിട്ടും പാടി കൊടുത്തിട്ടുണ്ട്. അതേപോലെ പല കാര്യം. പക്ഷേ ഇവർ ഈ കാര്യം നേടിയിട്ട് ഇവരപ്പുറത്ത് പോയി നിന്ന് വേറെ രീതിയിൽ പെരുമാറുമ്പോൾ നമുക്ക് തന്നെ തോന്നേടാ ഇത് വെറുതെ ആയിപ്പോയല്ലോ. ഇപ്പം തന്നെ ഞാൻ എന്നെ കൊണ്ടുപോയിട്ടുള്ള സ്പോൺസർമാരിൽ അമേരിക്കയിലായാലും ഗൾഫിലായാലും ഒക്കെ ഞാൻ പരമാവധി അവരോട് അങ്ങേയറ്റം ഞാൻ സഹകരിക്കാറുണ്ട്. കാരണം അവർക്ക് വേറൊരു തരത്തിലൊരു ചിലവ് വരാത്ത രീതിയിൽ. ഇപ്പം അമേരിക്കയിലൊക്കെ പോയിട്ടുള്ള സമയത്ത് ചിലപ്പോൾ 10-15 മണിക്കൂറൊക്കെ ബൈ റോഡ് പോവും. അപ്പം ഈ പോകുന്ന വഴിക്ക് ആണ് ചിലപ്പോൾ ആഹാരം കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് വേണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വാങ്ങിച്ച് കഴിക്കാറില്ല. അല്ലെങ്കിൽ എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, വഴി കാണുന്ന സാധനങ്ങളൊക്കെ ചിലപ്പോൾ വേണമെന്ന് പറഞ്ഞ് വണ്ടിക്കകത്ത് വാങ്ങിച്ചു വെക്കും. ഞാൻ വാങ്ങിക്കാറില്ല. ഞാൻ പറയും നിങ്ങൾ കഴിച്ചോ, നിങ്ങൾ പോയി കഴിച്ചിട്ട് വന്നാൽ മതി. അങ്ങനെയൊക്കെ നമ്മൾ സഹകരിച്ച് പോയിട്ടുണ്ട്. അതുപോലെ റേറ്റിന്റെ കാര്യത്തിലായാലും ഇവരൊന്നും വാങ്ങിക്കുന്ന കാശൊന്നും ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഒരു നല്ലൊരു അവസരം വരുമ്പോൾ അവർ നമ്മളെ വിട്ടിട്ട് അവർ വേറെ ആളെടുത്ത് പോകും. അപ്പം ഇതൊക്കെ വെറുതെയാണ്, ഒരാവശ്യം ഇല്ലാത്ത കാര്യമാണെന്നൊക്കെ പിന്നീട് നമുക്ക് തോന്നിപ്പോ. അതെല്ലാം കഴിയുമ്പോഴേ തോന്നണം. അതാണ് ഇപ്പം ഈ ലോകത്തൊന്നും അതിനൊന്നുള്ള യാതൊരു വിലയുമില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും സ്വാർത്ഥരാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാതിപരമായിട്ട് ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പിന്നെ വ്യക്തിപരമായിട്ട് ചിന്തിക്കുന്നു, പുള്ളിയും ഭയങ്കര പിന്നെ അവനെ നമ്മൾ വിളിക്കണ്ട, വേറെ ആർക്കെങ്കിലും കൊടുക്കാം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറെ വികലമായ മനസ്ഥിതി ഉള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പം നമുക്കറിയാം അവർ നമ്മുടെ ഉന്നതി എന്നല്ല അവർക്ക് വേണ്ടത്, അവർ നമ്മളെ എങ്ങനെ അടിച്ച് താക്കാം. ഇന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാലോ, ഒരു ഓളം ഒരു 2-2.5 മണിക്കൂർ ഒരു ഓളം ഉണ്ടാക്കുക. മറ്റേതല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക പാട്ട് കേൾക്കാൻ ഒരു 30 പാട്ട് നമ്മളൊരു വേദിയിൽ 2.5 മണിക്കൂറിനുള്ളിൽ പാടുമെങ്കിൽ അതിലേതെങ്കിലും 1-2 പാട്ട് കേൾക്കാൻ ആ 3 മണിക്കൂർ അവിടെ ഇരിക്കുന്നവരുണ്ടാവും. ഇപ്പൊ പാടുമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റ് വരെ ഇരിക്കും. അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് പറയും, ചേട്ടാ ആ പാട്ട് പാടിയില്ലല്ലോ എന്ന് പറയും. അപ്പൊ പിന്നെ നമ്മൾ ചിലപ്പോൾ അവനോടുള്ള സിമ്പതി കൊണ്ട് ചിലപ്പോൾ അത് പാടിയെന്ന് വരും. ഇന്നിപ്പോൾ അതല്ല, ഇന്നിപ്പോൾ അങ്ങനെ കേൾക്കണമെന്നേ ഇല്ല ആർക്കും. ഒരു ഓളത്തിൽ പോയാൽ മതി നമ്മൾ, എന്നിട്ട് കാശ് വാങ്ങിക്കുന്നവരോ. പക്ഷെ എനിക്കത് എൻ്റെ മനസ്സാക്ഷിക്ക് നിരക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഗാനമേളകൾ ആയിരക്കണക്കിന് വേദികളിൽ
നടത്തിയിട്ടില്ലേ? തീർച്ചയായും ഒരു 3500-4000 വേദിയിലൊക്കെ കയറിയിട്ടുണ്ടാവുള്ളൂ ഈ 40-45 വർഷത്തിനിടയിൽ. കാരണം നമ്മൾ വെറുതെ കണക്കെടുത്താൽ നമുക്കൊരു ആവറേജ് കണക്കുണ്ടല്ലോ. ഞാൻ വെറുതെ 10,000 വേദി കയറി എന്നൊക്കെ പറഞ്ഞാലും വിശ്വസനീയമാകണമല്ലോ. കാരണം ഞാൻ പാടി തുടങ്ങിയത് 80-81 കാലഘട്ടത്തിലാണ്. അപ്പൊ അന്നൊക്കെ സീസൺ എന്ന് പറയുന്നത് ഒരു 6 മാസമാണ്, ഉത്സവ സീസൺ. അപ്പൊ അന്നൊക്കെ നമ്മൾ ഒരു മാസം ആദ്യത്തെ ഒരു 5-6 വർഷം, ഒരു 80 മുതൽ ഒരു 85 വരെ ഉള്ള കാലഘട്ടത്തിൽ ഒരു മാസം ഒരു പരമാവധി ഒരു 30 പ്രോഗ്രാം എന്ന് വേണേൽ വെച്ചോ. അങ്ങനെ ഒരു 5 മാസം ഞാൻ ചെയ്താൽ 150 പ്രോഗ്രാം. അങ്ങനെ പിന്നെ 10 വർഷം ചെയ്താൽ എത്ര ആയിരിക്കും? 150 × 10 എന്ന് പറയുമ്പോൾ 1500 വേദി. അങ്ങനെ 20 വർഷം ആകുമ്പോൾ 3000 വേദി. 30 വർഷം ആകുമ്പോഴത്തേക്ക് 40,000 വേദി, അല്ലെ 4000. അത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ മാസവും 30 പ്രോഗ്രാം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ 15 പ്രോഗ്രാം, ചിലപ്പോൾ 20 പ്രോഗ്രാം. കാരണം നമ്മുടെ ഇതനുസരിച്ച്, അതായത് നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ നമ്മളെ അറിയപ്പെടുത്താൻ വേണ്ടി നമ്മൾ പരമാവധി ഓടുക. കാസർഗോഡ് മുതൽ ഈ കന്യാകുമാരി വരെ ഓടുക. പക്ഷെ അറിയപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഓടാൻ പറ്റത്തില്ല. കാരണം നമുക്ക് വേറെ സൈഡിൽ നിന്ന് വേറെ റെക്കോർഡിങ്ങുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ഉള്ള ഇൻവോൾവ്മെന്റ് ഒക്കെ വരും. അപ്പം നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഈ 30 പ്രോഗ്രാം ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ചിലപ്പോൾ അത് 25 ആവാം, ചിലപ്പോൾ 20 ആവാം. പിന്നെ അന്ന് ആദ്യം ഞാൻ പാടുമ്പോഴത്തേക്കും 500 രൂപയ്ക്ക് ഞാൻ ഒരു ഗാനമേള 78-ല്. അപ്പൊ അന്ന് ഒരു ആർട്ടിസ്റ്റിന് 30 രൂപയൊക്കെ ഉള്ളൂ. അപ്പൊ 10 ആർട്ടിസ്റ്റിനെ വെച്ചാലും 300 രൂപ. ബാക്കിയുള്ള 200 രൂപ വെച്ചിട്ടാണ് നമ്മൾ വണ്ടിക്കൂലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. വലുതായിട്ടൊന്നും കിട്ടത്തില്ല എന്നാലും. അപ്പൊ ഇന്നിപ്പം നമുക്ക് 500 രൂപയ്ക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ വ്യത്യാസങ്ങൾ വരുമ്പം ഇപ്പൊ ഇത്രയുണ്ടോ എന്ന് ചോദിച്ചിട്ട് വിട്ടുപോകും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ അന്നേരം വീണ്ടും കുറയുക. ഈ 30 എന്നുള്ളത് നേരെ 20 അല്ലെ 15 അപ്പൊ നമുക്ക് മാസം 30 എന്നുള്ള രീതിയിൽ കൂട്ടാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഒരു 4,000-4,500 വേദി കയറിയിട്ടുണ്ടാവുള്ളൂ ഞാൻ മിക്കവാറും. 80-കളിലൊക്കെ അമ്പലങ്ങളിലെ നോട്ടീസിലൊക്കെ സ്ഥിരം കാണാറുണ്ട്. എവിടെയും KG മാർഗോസിന്റെ ഗാനമേള അന്ന് അങ്ങനെ ആയിരുന്നു. കാരണം കാണാൻ തിരക്കും ഈ പറഞ്ഞ തുള്ളലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു 1:30-ക്കും 9 മണിക്കും ഒക്കെയാണ് ഗാനോ ടൈം വരുന്നത്. തീർച്ചയായിട്ടും. കാരണം ഇന്നത്തെ പലരും ഇപ്പൊ ഈ ബൗൺസേഴ്സിന്റെ ഒക്കെ ഇടയിൽ കൂടെ പോകുന്ന പോലെ നമ്മള് ഒരു 40 വർഷം മുമ്പ് പോയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു വേദിയിൽ നമ്മൾ ചെല്ലുമ്പം വേദിയിലോട്ട് എത്താൻ പറ്റാത്ത രീതിയിൽ ആൾക്കാർ നമ്മളെ പിന്നെ വളഞ്ഞു നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അത്ര ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കാലം ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പിന്നെ സ്ഥിരം കാണുമ്പം ഇപ്പം ആദ്യകാലങ്ങളിലൊക്കെ ഈ താരങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്ക് അതിശയമായിരുന്നു. കാരണം നസീർ സാറിനെയൊക്കെ ഞാൻ ആദ്യം കാണുമ്പം ഈ പുള്ളിയാണോ ഒറ്റച്ചാട്ടത്തിന് 4ാമത്തെ നിലയിൽ പോകുന്നതെന്നൊക്കെ നമ്മൾ വിചാരിക്കുമായിരുന്നു. കാരണം ഇത് സിനിമയുടെ ട്രിക്കാണെന്നുള്ള എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. കാരണം ഞങ്ങൾ ആലപ്പുഴ, എൻ്റെ അപ്പൻ ആലപ്പുഴ ഡോക്ടറായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ലിയോ 13th ഹൈസ്കൂൾ എന്ന് പറഞ്ഞിട്ട് ആലപ്പുഴ ശവക്കോട്ടപ്പാലത്തിനടുത്ത് ഉള്ള സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ ക്ലാസ്സിൽ പഠിച്ച വ്യക്തിയാണ് ഇന്നത്തെ വലിയ പ്രൊഡ്യൂസറായിട്ടുള്ള വാളക്കുഴി ഔസേപ്പച്ചൻ. ഞാനും അവനും അടുത്തടുത്തിരുന്ന് പഠിച്ചതാണ്. ഈ ഇടയ്ക്ക് പടം ചെയ്തില്ല അദ്ദേഹം. അതെ, അവന്റെ ആദ്യത്തെ നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട്, പിന്നെ സതയം, കുറെ പടങ്ങളുണ്ട് അവന്റെ. പുതിയ പടം ചെയ്തിരുന്നു. അതായത് നമ്മുടെ ആലപ്പി അഷ്റഫിന്റെ പടല അടിയന്തരാവസ്ഥക്കാർക്ക് അനുരാഗം, അത് അദ്ദേഹമാണ് ചെയ്തത്. ആണോ? ചേർത്തല താമസിക്കുന്നത്. അതേപോലെ ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിലിരുന്ന് പഠിച്ചതാണ് നവോദയ അപ്പച്ചന്റെ മകൻ ജിജോ ഞങ്ങളുടെ ക്ലാസ്സിൽ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ജിജോ ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിച്ചത് കൊണ്ട് മാത്രം 1967 ഉദയ സ്റ്റുഡിയോ, അന്ന് നവോദയയില്ല, ഉദയ സ്റ്റുഡിയോയിൽ പോയിട്ട് ഷൂട്ടിങ് കാണാൻ പറ്റി. അപ്പൊ അന്ന് നസീർ സാറിനെയും ഷീലാമ്മയും ഗോവിന്ദൻകുട്ടിയും ഒക്കെ നേരിട്ട് കാണാൻ പറ്റിയത് ഒരു സമയം. അപ്പോഴാണ് ഈ നസീറിനെ ആദ്യം കാണുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് ഈ മനുഷ്യനാണോ ഒറ്റച്ചാട്ടത്തിന് 4ാമത്തെ നിലയിലൊക്കെ പോകുന്നത്. അപ്പം നമ്മുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ അമാനുഷികമായ കഴിവുള്ളവരാണ്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ പിന്നെ വടക്കൻ പണ്ടത്തെ വടക്കൻ ഇതിനകത്തൊക്കെ സിനിമകളിലൊക്കെ ഒറ്റച്ചാട്ടത്തിന് 4ാമത്തെ നിലയിൽ പോണു, വെട്ടുന്നു, ചാടുന്നു. അപ്പൊ പിന്നീട് ഈ സിനിമ എന്താണെന്ന് മനസ്സിലായി വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. പക്ഷെ പിന്നെന്തായി, സ്ഥിരം നമ്മൾ ഇവരെ കാണാൻ തുടങ്ങിയപ്പോഴത്തേക്കോ ഇവ നമുക്കറിയാവുന്ന ആളാ എന്നുള്ള ആ ഒരു ഇതായി. മറ്റേതല്ലായിരുന്നു.
ഒരു അതിശയമാണ്. അതുപോലെ യേശുദാസിനെ ആദ്യം കാണുമ്പോൾ 72 കാണുമ്പോൾ അയ്യോ ഇതാണ് യേശുദാസ് എന്നുള്ള ആ ഒരു അദ്ദേഹത്തെ കാണുന്ന എങ്ങനെ ആ ഒരു അനുഭവം എങ്ങനെയാണ്? അത് ഞങ്ങൾ കൊല്ലത്ത് ഞങ്ങൾ താമസിക്കാനായിട്ട് അച്ഛൻ ട്രാൻസ്ഫർ ആയിട്ട് കൊല്ലത്ത് വരുന്നു 72. അപ്പോൾ എനിക്ക് 15 വയസ്സാണ്, ഞാൻ പത്തിലോ മറ്റോ പഠിക്കുക. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ യേശുദാസ് വരും. അപ്പം 72 എന്ന് പറയുമ്പോൾ അദ്ദേഹം സിനിമയിൽ വന്നിട്ട് 10 വർഷം ആയിട്ടുള്ളൂ. 61 അദ്ദേഹം സിനിമയിൽ വരുന്നത്. അപ്പം ചക്രവർത്തിനി അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ തൊട്ടടുത്ത വീട്ടിൽ ഇദ്ദേഹം വരുമെന്നുള്ള വിവരം അവിടുത്തെ പയ്യൻ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അവനും എൻ്റെ കൂടെ പഠിച്ച രാജീവ്. അപ്പം അങ്ങനെ പറഞ്ഞാടാ നാളെ യേശുദാസ് വരും. അപ്പം ഞാൻ ചെയ്ത് യേശുദാസ് അവൻ സിനിമയിലൊക്കെ പാടുന്നത്. ഓ അങ്ങനെയാണ് യേശുദാസിനെ ആദ്യം കാണുന്നത്. അപ്പം അന്ന് അദ്ദേഹത്തിന് മുടി മാത്രമേ ഉള്ളൂ, ക്ലീൻ ഷേവ് ആണ്, വെള്ളയും വെള്ളയും. അപ്പം ഇദ്ദേഹത്തെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എന്തോ ഒരു വല്ലാത്ത ഒരു ഷോക്ക് അടിച്ച പോലത്തെ ഒരു ഫീലായിരുന്നു എനിക്ക്. കാരണം നല്ല തൂവെള്ള വസ്ത്രം, അവിടെ വന്ന് 2-3 ദിവസം അവിടെ കാണും എപ്പോഴും. ആ സമയത്തൊക്കെ വരുമ്പോൾ ഇത്ര തിരക്കുള്ള സമയമല്ല. അപ്പോൾ എന്നെയും വിളിച്ചിരുത്തി പാടിക്കും. നിന്റെ ശബ്ദമൊക്കെ കൊള്ളാം. എന്നോട് ചോദിച്ചു നീ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല. അപ്പോൾ പറഞ്ഞ ഇതിനകത്ത് നിൽക്കണമെങ്കിൽ അത്യാവശ്യം പാട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഉപദേശങ്ങളൊക്കെ തരുമായിരുന്നു. പിന്നെ എന്നെ വിളിച്ചിരുത്തി പാടിക്കുമായിരുന്നു. അപ്പം അങ്ങനെയാണ് ദാസറിനെ കാണുന്നത് ആദ്യം കാണുമ്പം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ അയ്യോ ഇതാണ് യേശുദാസ് എന്നുള്ള ആ ഒരു ഇദ്ദേഹമാണോ ഈ പാടുന്നത്. സിനിമയിലൊക്കെ പാടുമ്പം വരുന്ന ആ ഒരു ശബ്ദം നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ ഒക്കെ കാണും, ദാസറിൻ്റെ കൂടെ പോകും. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം മൈക്ക് പിടിക്കുന്ന രീതിയായാലും നിൽക്കുന്നതായാലും നടക്കുന്നതായാലും ഒക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുമല്ലോ. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അല്ല ഞാൻ പറഞ്ഞു വന്നത്, അപ്പം പിന്നെ അത് സ്ഥിരമായപ്പം നമുക്കും ദാസേട്ടൻ വരുന്നു ഇത്ര ഇപ്പം യേശുദാസ് നമുക്കറിയാം, നന്നായിട്ട് അറിയാം എന്നുള്ള ആ ഒരു ഫീലിലോട്ടായി. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു രൂപഭാവങ്ങൾ, അദ്ദേഹത്തിന്റെ ശരീരഭാഷ, വസ്ത്രം, അതൊക്കെ എങ്ങനെയാണ് അങ്ങയിലേക്ക് വരുന്നത്? എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിപ്പം ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള, കാരണം എൻ്റെ അപ്പൻ ഈ ആതുര ശുശ്രൂഷ രംഗത്ത് വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഡോക്ടറായിരുന്നു. അപ്പം ആ ഒരു കാലത്ത് പ്രത്യേകിച്ച് 1940, 35, 40 കാലഘട്ടത്തിലൊക്കെ ഈ നിർബന്ധപൂർവം ഈ പിന്നെ ആതുര സേവന രംഗത്ത് വർക്ക് ചെയ്യുന്നവരുടെ വസ്ത്രം വെള്ളയായിരുന്നു. ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ഒക്കെ പാഠങ്ങളൊക്കെ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള വെള്ള വസ്ത്രധാരിയായിട്ട് ശുഭ്രവസ്ത്രധാരിയായിട്ട് വരുന്ന ഒരു ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ പറ്റി. അപ്പൊ അങ്ങനെയായിരുന്നു ആദ്യകാലങ്ങളിൽ ഞാൻ കാണുന്ന ഡോക്ടർമാരും നഴ്സുമാരും. അന്നങ്ങ് ഇതുപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ കുറവാണ്. അപ്പം മെഡിക്കൽ കോളേജുകളിലാണ് അല്ലെങ്കിൽ ജില്ലാ ആശുപത്രികളിലാണ് നമ്മൾ ഡോക്ടർമാരെയും നഴ്സുമാരെയും ഒക്കെ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ അവരെല്ലാം നഴ്സസ് ആണെങ്കിൽ ഒരു വലിയ മുട്ടറ്റം വരുന്ന വലിയ സ്റ്റോക്കിങ്സും പാവാടയും വെള്ള പാവാടയും ഒക്കെ ആയിരുന്നു. ഡോക്ടർമാരാണേലും വെള്ള പാൻറ്റും വെള്ള ഷർട്ടും ആയിരുന്നു. അപ്പം അത് കണ്ട് വന്നിരുന്നു. അതുകൂടാതെ അച്ഛൻ വെള്ള മാത്രമേ ധരിക്കുകയുള്ളൂ, എൻ്റെ അപ്പൻ. അപ്പം ഞങ്ങൾ 3 ആണുങ്ങളാണ്, ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ അനിയൻ. അപ്പം ഞങ്ങളൊക്കെ 2 വയസ്സ് 3 വയസ്സ് വ്യത്യാസമുള്ളൂ. അപ്പം ഞങ്ങൾക്ക് അച്ഛന് വർഷത്തിൽ 2-3 പ്രാവശ്യമായിരിക്കും തുണി എടുക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾക്കും വെള്ളയാണ് എടുത്തു വരും. അത് മാത്രമല്ല അന്നത്തെ സ്കൂളുകളിൽ മിക്ക സ്കൂളുകളിലും വെള്ള ഷർട്ടും കാക്കി പാൻറ് അല്ലെങ്കിൽ നീല പാൻറ്, നീല നിക്കർ, സോറി പാൻറ്റല്ല. അപ്പൊ ഇത് കാരണം നിക്കർ മാത്രമേ മാറുന്നുള്ളൂ ചില കളറിൽ, ബാക്കിയെല്ലാം വെള്ളയാണ്. അപ്പൊ ആ വെള്ള ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പം സ്കൂൾ സെക്രട്ടറി ആയി. അപ്പം ഞങ്ങൾക്ക് വെള്ള പാൻറ്റും വെള്ള ഷർട്ടും ആയിരുന്നു. അപ്പം 9ഉം 10ഉം ഞാൻ സ്കൂൾ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ ദാസേട്ടനെ കാണുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇദ്ദേഹം കംപ്ലീറ്റ് വെള്ള, ചെരുപ്പും വെള്ള, വാച്ചും വെള്ള. അപ്പം അന്ന് നമുക്ക് ചെരുപ്പും വാച്ചും ഒന്നും കിട്ടാനുള്ള മാർഗ്ഗമില്ല, കാരണം പരീക്ഷയ്ക്ക് പോകുമ്പോഴാണ് വാച്ച് കിട്ടുന്നത്. അപ്പം അതുവരെ വാച്ചൊന്നുമില്ല. അപ്പം അങ്ങനെ അത് മനസ്സിൽ കിടന്നു. അത് കഴിഞ്ഞ് പാടാനായിട്ട് ഞാൻ തുടങ്ങുന്നു. ആ സമയത്ത് സ്കൂളിൽ ചെറുതായിട്ടൊക്കെ പാടി തുടങ്ങിയിരുന്നു. അപ്പം പിന്നെ ഇതങ്ങ് കണ്ടിന്യൂ ചെയ്തു. ഈ വെള്ള പാൻറ്റും വെള്ള ഷർട്ടും കണ്ടിന്യൂ ചെയ്തു. പിന്നെ പ്രീ ഡിഗ്രിക്ക് കയറുന്നു. അപ്പോൾ ദാസേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിൽ വരുന്നു, ഞങ്ങൾ കാണുന്നു. അങ്ങനെ പിന്നെ അതങ്ങോട്ട് ഒരു തരം എന്താ പറയുക, ഒരു ക്രേസായി മാറി. പാട്ട് മതി എന്നുള്ള ആ ഒരു ക്രേസിൽ വന്നു. അങ്ങനെയാണ് പിന്നെ അങ്ങ് തൂവെള്ളയിലോട്ട്. അല്ലാതിരിക്കും ദാസേട്ടനെ അനുകരിച്ചതൊന്നും ആയിരുന്നില്ല. പക്ഷെ മലയാളികൾ ഇപ്പോഴും കരുതുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എനിക്ക് വയസ്സ് 67 ആയി. ഇപ്പോഴും
മാർക്കൂസ് വെള്ള ഇട്ടാലേ കുഴപ്പമുള്ളൂ, ബാക്കി പാടുന്നവർ വെള്ള ഇട്ടാൽ ഒരു കുഴപ്പമില്ല. കാരണം അവരെന്തോ അത് ധരിച്ചു വച്ചിരിക്കുകയാണ്, യേശുദാസുമായിട്ട് എന്തോ ഒരു ശബ്ദം കൊണ്ടോ രൂപം കൊണ്ടോ അല്ലെങ്കിൽ എന്തോ അദ്ദേഹത്തെ അനുകരിക്കുന്നു എന്തോ കുറെ പേര് അത് അങ്ങനെ മീഡിയ തന്നെയാണ് അത് ഒരു പരിധി വരെ അങ്ങനെ ആക്കിയത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാരുടെ മനോഭാവം നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്ന് കാണിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവര് യഥാർത്ഥത്തിൽ നമുക്ക് ആരെയാണ് പണിയുന്നതെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അവരാണ് ഇതിന്റെയൊക്കെ പുറകിൽ കളിക്കുന്നത്. അതായത് ഈ സൈബർ ആക്രമണം പോലത്തെ ഒരു ഇത്. അപ്പൊ അത് തന്നെ പിന്നെ സിനിമയിലും കുറെ ഉണ്ടായി. നമുക്ക് യേശുദാസിനെ മതി, യേശുദാസിനെ പോലെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ അങ്ങനെ കുറെ പേർക്ക് ഒരു വെറുതെ ഈ ചുമ്മാ വിരോധം നമ്മൾ പറയത്തില്ലേ, എന്തോ അങ്ങനെ ആയിരുന്നു ഈ സിനിമയിലെ അവസരങ്ങള് കുറെ അങ്ങനെ പോയിട്ടുണ്ട്. കാരണം ആ ഒരു കാലഘട്ടത്തില് ഞാൻ പറഞ്ഞല്ലോ ചില കമ്പനികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മള് ഈ പറഞ്ഞല്ലോ നന്നായിട്ട് ചെയ്യും എന്ന് അവർക്ക് അറിയാമെങ്കിൽ പോലും അല്ല അത് ദാസ് മതി എന്ന് പറയുന്ന ഒരു സ്ഥിതിയായിരുന്നു.